ശക്തമായ ത്രികോണ മത്സരമാണ് തൃശൂർ നിയോജക മണ്ഡലത്തിൽ. പത്മജ വേണുഗോപാലും മുൻ മേയർ രാജൻ പലനും സാഹിത്യകാരൻ ആലങ്കോട് ലീലാകൃഷ്ണനും നേർക്കുനേർ ഏറ്റുമുട്ടുമ്പോൾ ഫലം പ്രവചനാതീതമാവുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ മിന്നും വിജയം ആവർത്തിക്കുമെന്നാണ് BJPയുടെ പ്രതീക്ഷ. അതേസമയം മണ്ഡലം തിരിച്ചുപിടിക്കുമെന്ന് കോൺഗ്രസും ഭരണത്തുടർച്ചയുണ്ടാവുമെന്ന് LDFും ഉറച്ചു വിശ്വസിക്കുന്നു. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് തൃശൂർ. മാറ്റത്തിന് വോട്ട് തേടി പത്മജ വേണുഗോപാലും ഭരണത്തുടർച്ചയ്ക്ക് LDFും അട്ടിമറി വിജയം നേടാൻ UDFും കളത്തിലിറങ്ങിയതോടെ തൃശൂരിലെ ഫലം പ്രവചനാതീതമാവുകയാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ മിന്നും വിജയമാണ് BJPയുടെ കൈമുതൽ. 55,557 വോട്ടുകളാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ BJP കരസ്ഥമാക്കിയത്. പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയതും തൃശൂർ നിയോജക മണ്ഡലത്തിൽ നിന്നാണ്. ആ ആത്മവിശ്വാസത്തിലാണ് BJP നിയമസഭാ തെരഞ്ഞെടുപ്പിനെ പത്മജയിലൂടെ നേരിടുന്നത്. P. ബാലചന്ദ്രന്റെ പിൻഗാമിയായി ആലങ്കോട് ലീലാകൃഷ്ണൻ എത്തുമ്പോൾ ഭരണത്തുടർച്ചയുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് LDF ക്യാമ്പ്. സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി CPIക്കുള്ളിലുണ്ടായ കല്ലുകടി വോട്ടിനെ സ്വാധീനിക്കുമെന്ന ആശങ്ക LDF ക്യാമ്പിലുണ്ട്. പല പേരുകൾ പറഞ്ഞെങ്കിലും അവസാനം മുൻ മേയർ രാജൻ പല്ലനാണ് കോൺഗ്രസിൽ നറുക്കുവീണത്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഗ്രൂപ്പ് പോര് രൂക്ഷമായ തൃശൂരിലെ കോൺഗ്രസിൽ രാജൻ പല്ലന്റെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി തർക്കങ്ങളുണ്ടായിരുന്നു. ഗ്രൂപ്പ് സമവാക്യം മറികടന്നുകൊണ്ടുള്ള വോട്ടിംഗ് തൃശൂരിൽ സാധ്യമാകുമോ എന്ന ആശങ്ക UDFിലുണ്ട്. പ്രചാരണത്തിന്റെ ഒന്നാം ഘട്ടം അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ വലിയ ശുഭപ്രതീക്ഷയാണ് മൂന്ന് മുന്നണികളും കാഴ്ചവെക്കുന്നത്. ഹരീഷ് നാരായൺ, അമൃത ന്യൂസ്, തൃശൂർ.